കെ എം മാണിയുടെ വിയോഗം കേരളത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF-ന് നികത്താനാകാത്ത നഷ്ടമാണ് മാണിയുടെ വിയോഗമെന്ന് AK ആന്റണി അനുസ്മരിച്ചു. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ആകെ ആദരവ് അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. തുടർച്ചയായി ധനകാര്യ മന്ത്രിസ്ഥാനം വഹിച്ചു നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ നിർവഹിച്ചും മികവുറ്റ പാർലമെന്റ് എന്ന നിലക്കാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിയത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തി. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരിൽ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ട മാണി സാർ. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ കേരളത്തിന് ദുഃഖം, ജനാധിപത്യ മുന്നണിക്കുള്ള ദുഃഖം എന്ന ദുഃഖം ഞാൻ രേഖപ്പെടുത്തുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ എനിക്ക് മാണി സാറുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഞാനുമായിട്ട് ഒരു ഹൃദയബന്ധം തന്നെ ഉണ്ട്, ആ കുടുംബവുമായിട്ടും ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ ലോകസഭയിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരി അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയാണ്. കേരളത്തിൽ ഇത്രയും വർഷം ഇത് നീണ്ടു നിന്ന ഒരു 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 ഭരണാധികാരിയെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അത്രയും ദീർഘവർഷക്കാലമാണ് അദ്ദേഹം ഭരണരംഗത്ത് പ്രശോഭിച്ചത്. അദ്ദേഹം കേരളം കണ്ട ദീർഘവർഷക്കാലം നമ്മുടെ ഈ ധനകാര്യമന്ത്രി പദത്തിരുന്ന ഒരു മന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ കണ്ടത്. 13ഓളം ബഡ്ജറ്റ് അദ്ദേഹം അവതരിപ്പിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. ആ റെക്കോർഡ് ആർക്കുമില്ല. കേരളത്തിൽ ഒരിക്കലും ഭേദിക്കപ്പെടാത്ത റെക്കോർഡാണ് റിപ്പോർട്ട്. ഐക്യജനാധിപത്യ കക്ഷിയുടെ ശക്തനായ ഒരു പോരാളിയാണ് അദ്ദേഹം. ഇവിടെ പറഞ്ഞ കെ എം മാണി സാർ, അദ്ദേഹം UDF-ൻ്റെ ഒരു പ്രധാന ഘടകമായിരുന്നു. അതേപോലെ തന്നെ പാണക്കാട് കുടുംബമായിക്കൊണ്ട് എൻ്റെ വന്യപിതാവും ജ്യേഷ്ഠനുമായിക്കൊണ്ട് അങ്ങേയറ്റം വലിയ ബന്ധം പ്രകടിപ്പിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. അതിലേറെ ഒരു അപൂർവ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ 52 വർഷക്കാലം ഒരേ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയും പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇതിൻ്റെ വിയോഗം കേരള രാഷ്ട്രീയത്തിന് തീരാ നഷ്ടമാണ്. പല റെക്കോർഡുകളും അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 13 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 52 വർഷക്കാലം അദ്ദേഹം തുടർച്ചയായി MLA ആയി. ഒരു മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും ഉത്തമനായ ഒരു ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം നിരവധിയായ പ്രവർത്തനങ്ങൾ കേരളത്തിന് മുൻപാകെ, കേരള നിയമസഭയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചു എന്ന ഖ്യാതി ശ്രീ കെ എം മാണിക്ക് മാത്രം അവകാശപ്പെട്ടു. കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് അതികായനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ഇതിഹാസ നായകനും കൂടിയായിരുന്നു. മറ്റൊന്ന്, രാഷ്ട്രീയ രംഗത്ത് ജനപ്രിയ രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പറയാറുണ്ട്. സത്യത്തിൽ 65 മുതൽ നിരന്തരമായി പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനഹൃദയങ്ങളിൽ മാണി സാർ എത്രമാത്രം സ്ഥാനം പിടിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് ഒരു തീരാ നഷ്ടമാണ്.